ഇന്നലെ രാത്രി 10 മണിയോടടുത്ത് തീരുമാനിച്ച് ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു യാത്രയാണിത്. യാത്ര മറ്റിടത്തേക്കുമല്ല, കണ്ണൂർ ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിലേക്കാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അല്പം വൈകിയാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് സുഹൃത്തുക്കളായ ജയേഷും രാകേഷുമാണ്. ഇപ്പോൾ കണ്ണൂർ ടൗണും പിന്നിട്ട് കുറേ കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇനി 60ഓളം കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട്. മികച്ച റോഡ് സൗകര്യമുള്ള സ്ഥലമായതിനാൽ യാത്ര വളരെ അനായാസമായി മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ റോഡുകൾ വളരെയധികം മികച്ച നിലവാരത്തിലൂടെയാണ് ഉള്ളത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ഭാഗ്യവും അതുതന്നെയാണ്, മികച്ച റോഡ് സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നത്. ഞങ്ങളുടെ കൊട്ടിയൂർ യാത്ര കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പ് വഴിയാണ്. ഏറ്റവും മനോഹരമായ ഒരു പാത തന്നെയാണ് ഇവിടെയുള്ളതെന്ന് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാടിന് നടുക്കുള്ള ഒരു ക്ഷേത്രമാണിത്. അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ് ബാവലിപ്പുഴയുടെ 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ കൊട്ടിയൂർ എല്ലാ സമയങ്ങളിലും നിലനിൽക്കുന്ന ക്ഷേത്രമാണെങ്കിൽ കൂടി അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന ബാവലിപ്പുഴയുടെ മറുകരയിലുള്ള ക്ഷേത്രം വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ മാത്രം അവിടെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ക്ഷേത്രമാണ്. കണ്ണവും വനത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. ബാഹുബലി 2ാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വനത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ മനോഹരമായ ഒരു വനപ്രദേശമാണ് കണ്ണവം വനം. മുൻകാലങ്ങളിൽ ഇതിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവേശനം നിഷേധിച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിൽ ഇതിനകത്ത് കയറണമെന്നും ഇതിനകത്തുള്ള മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ സന്ദർശിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കൊട്ടിയൂരിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഇനിയുള്ളത്. ഈ ഭാഗത്തെത്തിയപ്പോഴേക്കും കാലാവസ്ഥ പ്രകടമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ചാറ്റൽ മഴ നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ചെറിയ രീതിയിൽ കോടമഞ്ഞ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഏതായാലും മൊത്തത്തിൽ നല്ല സുഖകരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയുള്ളത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഏതാനും കിലോമീറ്റർ മാത്രം അകലെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വലിയ ട്രാഫിക് ജാമാണ് ഇവിടെ. ഏകദേശം 1 മണിക്കൂറിലധികമായി ഞങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കേവലം 3-4 കിലോമീറ്ററിനപ്പുറം ക്ഷേത്രമുണ്ടായിട്ട് കൂടി വലിയ രീതിയിലുള്ള ട്രാഫിക്കിൽപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ കിടക്കുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി. ബാവലിപ്പുഴയുടെ അക്കരെ കൊട്ടിയൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നതാണ് അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന ക്ഷേത്രം. താൽക്കാലികമായി ഉത്സവ സമയത്ത് മാത്രം കെട്ടിയുയർത്തുന്ന ക്ഷേത്രമാണിത്. ഇവിടെയാണ് ഈ വൈശാഖ ഉത്സവ സീസണിലെ പ്രധാന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നല്ല മഴയും കൂടിയുണ്ട്. ഒരു പ്രത്യേക അനുഭവമാണ് ഈ സമയത്ത് ഇവിടെ വരുമ്പോഴുണ്ടാകുന്നത്. വലിയ മഴയും ഈ മഴയൊന്നും ഇല്ലാതെ ഇവിടെ ഉണ്ടാകുമ്പോൾ വലിയ രസമുണ്ടാവില്ല. നല്ല മഴയത്ത് തന്നെയാണ് ഇങ്ങോട്ട് വരേണ്ടത്. എന്തോ നമ്മളിവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിലൂടെ ചുറ്റി ഈ ക്ഷേത്രത്തെ വലം വയ്ക്കുക എന്നത് ഇവിടെ വരുന്നവരുടെ ഒരു ചടങ്ങ് തന്നെയാണ്. ഈ കൂട്ടത്തിൽ എവിടെയോ എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളുണ്ട്. അവരെ കാത്ത് നിൽക്കുകയാണ് ഞാൻ. നല്ല കോട ഒരു ഭാഗത്ത് വയനാടൻ കുന്നുകളിൽ നിന്ന് കാണാം. ആ ഭാഗത്ത് നല്ല കോടയും കൂടി കാണുന്നുണ്ട്. ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിന് വന്ന ആനയാണെന്ന് തോന്നുന്നു. ചുറ്റും ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇരു ക്ഷേത്രങ്ങളിലേക്കും പോകുന്ന താൽക്കാലിക തടയണ. തൊട്ടപ്പുറത്ത് സ്ഥിരം പാലം ഉണ്ടായിട്ട് കൂടി എല്ലാവരും തടയണ വഴിയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ഓടപ്പൂക്കൾ. കൊട്ടിയൂരിലെ സവിശേഷമായ കാഴ്ചയാണ് ഓടപ്പൂക്കളുടേത്. തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയിരുന്നത്. 1 മണിക്കൂറോളം ഞങ്ങൾ ട്രാഫിക്കിൽ കിടന്നു.
കൊട്ടിയൂർ വിശേഷങ്ങൾ പങ്കുവച്ച ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.